പാരന്റ്സ് ശ്രദ്ധിച്ച് നമ്മളെ മാറ്റിയാൽ അവരെ ഡീൽ ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്. പിന്നെ എന്തുകൊണ്ട് ഇപ്പം ഈ സ്ക്രീൻ നമ്മൾ തന്നെയാണ് കുട്ടികൾക്ക് ആദ്യം കൊടുക്കുന്നത്. രമ്യ നമ്മൾ നോക്കുവാന്നേല് കുഞ്ഞ് കരയുമ്പോ തന്നെ ചില പാരന്റ്സ് അപ്പൊ തന്നെ കാണും. ഞാൻ അന്ന് ഒരു ദിവസം ഞാൻ ട്രെയിനിൽ വന്നേ. അപ്പോൾ കുഞ്ഞിന് വർക്കല തൊട്ട് ഇവിടുന്ന് ഞാൻ ചെങ്ങന്നൂരാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ. വർക്കല കയറിയപ്പം ഒരു കപ്പിളിലാണെങ്കിൽ ട്രെയിനിൽ കയറിയതാണ്. ഒരു 1.5 വയസ്സുള്ള കുഞ്ഞുണ്ട്. കുഞ്ഞ് ഒന്ന് ചാടിക്കോട്ടെ, നമ്മുടെ 2 ടയർ ചെയ്താൽ അപ്പം 2 ബർത്ത് അല്ലേ. കുഞ്ഞ് അവിടെ നിന്ന് ചാടി മേളിലോട്ട് ഇങ്ങനെ കയറാനുള്ള ശ്രമം നടത്തുന്നു. താഴെ നിൽക്കുന്നു. ആ സെക്കൻഡിൽ കുഞ്ഞിന് ഫോൺ കൊടുത്തതാണേ. ഞാൻ മാവേലിക്ക് അവർക്കപ്പം ഞാൻ ആരാ എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കാൻ പോയുമില്ല. പക്ഷേ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിങ്ങനെ റബ്ബ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലെ കൗൺസിലർ പുറത്ത് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് കയറിയപ്പോൾ തൊട്ട് ഇപ്പം മാവേലിക്കര കായംകുളം എത്തുന്നു. ഒരു 1.5-2 മണിക്കൂറായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണ്, അത് അവൻ അക്രമം കാണിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വ്ളോഗ്സ് ഒന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു, ഇച്ചിരി കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ ഞാനത് ഇപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല, പിന്നീട് കുഞ്ഞിൻ്റെ അറ്റൻഷൻ, കുഞ്ഞിൻ്റെ ഫോക്കസ് പല കാര്യങ്ങളും പോകും. ഇതെല്ലാം കഴിഞ്ഞ് എന്തെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവസാനം അസസ്മെന്റിന് വേണ്ടി ഇവർ ഓടി നടക്കും. കൊച്ചിൻ്റെ ഒരു പ്രായത്തിൽ കഴിയുമ്പോൾ അതുമ്പോഴത്തേക്ക് ഒന്നും വരില്ല. അഡിക്ഷനിലേക്ക് പോയി പ്രത്യേകിച്ച് ഒരു അറ്റൻഷൻ ഇഷ്യൂ ഉള്ള കുഞ്ഞാണെങ്കിൽ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അഡിക്ഷൻ ആയിട്ടാണ് മാറുക. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല.